Assalamu Alaikum. Hello dear students. So in the last class we have discussed about elements and compounds. Okay. So in this class we are going to discuss about origin of names of element. So each of the names of the element have certain history behind it. ഓരോ എലമെൻറ്റും ഓരോ എലമെൻറ്റിനും എന്തുകൊണ്ട് ആ പേര് വന്നതിൽ കുറച്ച് സം എലമെൻറ്റ്സ് ഫോംഡ് ഫ്രം ദ കൺട്രി നെയിംസ്, some elements names formed from the country names, some elements formed from the names of some scientistകളുടെ പേരിലുള്ള elements ഉണ്ട്, എന്താണ് കൺട്രീസിൻ്റെ പേരിലുള്ള elements ഉണ്ട്. So the names of each element is varies. Okay, so consider polonium. Polonium is an element. Polonium is an element and the basis of naming is the country. So Poland എന്ന് പറയുന്ന കൺട്രിയിൽ നിന്നാണ് എന്ത് പേര് വന്നേക്കുന്നത്, പൊളോണിയം എന്ന പേര് വന്നേക്കുന്നത്. സോ ദ നെയിം ഓഫ് ദ എലമെന്റ് ഈസ് പൊളോണിയം ആൻഡ് ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് നെയിമിംഗ് ഈസ് പോളണ്ട്. പോളണ്ട് എന്ന് പറയുന്ന ആ ഒരു കൺട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പൊളോണിയം എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ദെൻ ക്യൂറിയം. Curium is discovered by the scientist Mary Curie. Mary Curie എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് ആണ് എന്താണ് ക്യൂറിയം അല്ലെങ്കിൽ ക്യൂറിയം ഡിസ്കവർ ചെയ്തത്. ഓക്കെ, സോ ദ നെയിം ക്യൂറിയം, മേരി ക്യൂറി, ഫ്രം ദ മേരി ക്യൂറി, ദ നെയിം മേരി ക്യൂറി, ദ ക്യൂറിയം. ഓക്കെ, സോ ഫ്രം ദ നെയിം ഓഫ് ദ മേരി ക്യൂറി, മേരി ക്യൂറി എന്ന് പറയുന്ന ആ സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നിന്നാണ് ക്യൂറിയം എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് ആ ക്യൂറിയം എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ദെൻ ക്രോമിയം. ക്രോമിയം എന്ന് പറഞ്ഞാൽ ക്രോം മീൻസ് കളർ. So from that it gets chromium. A color, chrome means color. We have learned that chromatography. അല്ലേ, chromatography നമ്മൾ പറഞ്ഞു chrome എന്ന് പറഞ്ഞാൽ what is the meaning of the word chrome? Chrome means color. Okay, so the chromium, the element chromium get that name from the chrome means color. Chrome എന്നുള്ള വേർഡിൽ നിന്നാണ് chromium എന്ന് പറയുന്ന എലമെന്റിന് ആ പേര് കിട്ടിയിരിക്കുന്നത്. Then indium. Indium means indigo. Indigo എന്ന് പറഞ്ഞാൽ എന്താണ്, കളറാണ്. So indium gets from the name from the indigo color. Then chlorine. Chloro means, chloro is also color. Chlorine എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, പീരിയോഡിക് ടേബിൾ എലമെന്റ് ആണ് ക്ലോറിൻ എന്ന് പറയുന്നത്. So it gets the name by its color, chloro. Chloro means what? Chloro means color. Then നെപ്റ്റ്യൂണിയം. നെപ്റ്റ്യൂണിയത്തിന് ആ ഒരു പേര് കൊടുക്കാൻ കാരണം നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് എന്താണ് ഒരു പ്ലാനറ്റ് ആണ്. സോ ഫ്രം ദ നെപ്റ്റ്യൂൺ, ദ പ്ലാനറ്റ് നെയിം ദാറ്റ് ഗോസ് ടു നെപ്റ്റ്യൂൺ ദ എലമെന്റ്. ദെൻ യൂറോപ്പിയം. യൂറോപ്പിയം എന്ന് പറഞ്ഞാൽ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു കൺട്രി അല്ലേ, യൂറോപ്പിൽ നിന്ന് കോണ്ടിനെൻ്റ് ആണ് യൂറോപ്പ് എന്ന് പറയുന്ന ആ ഒരു കോണ്ടിനെൻറ്റിൻ്റെ പേരിൽ നിന്നാണ് എന്ത് കിട്ടിയിരിക്കുന്നത്, യൂറോപ്പിയം ആ യൂറോപ്പിയം എന്ന് പറയുന്ന എലമെൻറ്റിന് ആ പേര് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദെൻ അമേരിക്ക. അമേരിക്കൻ എന്നുള്ള എലമെൻറ്റ്, അമേരിക്ക എന്ന് പറയുന്ന കൺട്രി എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് അതിന് ആ നെയിം കിട്ടിയിരിക്കുന്നത്. ദെൻ ഫ്രാൻസിയം. ഫ്രാൻസ്, ഇറ്റ്സ് എ കൺട്രി. ആൻഡ് റുബീഡിയം. റൂബ് മീൻസ് കളർ. ദെൻ പ്ലൂട്ടോണിയം. Pluto, we know that Pluto, what is Pluto? Pluto is a planet. From the Pluto it gets the name plutonium. Then ടൈറ്റാനിയം. ടൈറ്റസ് അല്ലേ, ടൈറ്റാനിയം എന്ന് പറയുന്നത് എന്താണ്, ടൈറ്റാൻ അല്ലെങ്കിൽ ടൈറ്റസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് മെതോളജിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സോ എന്താണ്, ടൈറ്റാനിയം മീൻസ് ടൈറ്റസ് അല്ലെങ്കിൽ പിന്നെന്താണ് ടൈറ്റാൻ എന്ന് പറയുന്ന ഗോഡിൻ്റെ പേരിൽ നിന്നാണ് ടൈറ്റാനിയം എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വന്നിരിക്കുന്നത്. ദെൻ മെൻഡലീവിയം ഈസ് ഇറ്റ് ഗെറ്റ്സ് ദ നെയിം ബൈ ദ സയൻറ്റിസ്റ്റ്. മെൻഡലീവ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരുള്ള ഒരു എലമെൻ്റ് ആണ് മെൻഡലീവിയം എന്ന് പറയുന്നത്. ദെൻ റുദർഫോർഡിയം ഈസ് ഓൾസോ എ സയൻറ്റിസ്റ്റ്. ഹിസ് എ കെമിസ്റ്റ് ആൻഡ് ഓൾസോ എ സയൻറ്റിസ്റ്റ്. ആൻഡ് റുദർഫോർഡിയം എന്ന് പറയുന്നത് എന്തിൽ നിന്ന് കിട്ടിയതാണ്, റുദർഫോർഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് റുദർഫോർഡിയം എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്. ഓക്കെ, സോ എലമെൻറ്റ്സ്. ഓക്കെ, ആൻഡ് എലമെൻറ്റ്സ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ സിമ്പിൾ ഓഫ് ദ എലമെൻറ്റ്സ്. എലമെൻറ്റ്സിൻ്റെ സിമ്പിളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കാർബൺ ഈസ് ആൻ എലമെൻറ്റ് and its symbol is what? Its symbol is C. Carbon is an element and its symbol is what? Its symbol is C. Then oxygen, its symbol is O. Carbon, its symbol is C. Okay, symbol endana C. Then oxygen, its symbol is O. Then nitrogen. What is the symbol of nitrogen? The symbol of nitrogen is N. Okay, the symbol of nitrogen is what? The symbol of nitrogen is N. And hydrogen.
So what is the symbol of the hydrogen? Hydrogen is an element, and what is the symbol of hydrogen? It is H. Okay, it is H. Then sulfur. Sulfur is also an element. Okay, sulfur. What is the symbol of sulfur? The symbol of sulfur is S. Okay, so carbon, the symbol of carbon is C, and oxygen, the symbol of oxygen is O. Then nitrogen, the symbol of nitrogen is N. Then hydrogen, the symbol of hydrogen is H. Sulfur, the symbol of sulfur is S. Okay, then some elements are vary in this constituents. Okay, so calcium, another element is calcium. Okay, so what is the symbol of calcium? Calcium's symbol endana? Calcium's symbol aanu Ca. So what is the symbol of calcium? It is Ca, the first two letters. Okay, the symbol of calcium is Ca. Then chlorine. Chlorine. What is the symbol of chlorine? Not CH. The symbol of chlorine is Cl. Okay, the symbol of chlorine is Cl. Okay, then chromium. Chromium. What is the symbol of chromium? The symbol of chromium is Cr. The symbol of chromium is what? The symbol of chromium is Cr. Then bromine. Bromine. What is the symbol of bromine? The symbol of bromine is Br. The symbol of bromine is Br. Okay, the symbol of bromine is Br. Then beryllium. Beryllium. So what is the symbol of beryllium? The symbol of beryllium is Be. Okay, the symbol of beryllium is what? The symbol of beryllium is Be. അപ്പം ഓരോ എലമെൻസിൻ്റെയും സിമ്പിൾ എന്ന് പറയുമ്പോൾ അത് വേരിയസ് ആസ്പെക്ട്സിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഫസ്റ്റ് കാൽസ്യം. വാട്ട് ഈസ് ദ സിമ്പിൾ ഓഫ് കാൽസ്യം? ഇറ്റ് ഈസ് Ca. Chlorine. The symbol of chlorine is Cl. Then chromium. Chromium. The symbol of chromium is Cr. Then bromine. What is the symbol of bromine? It is Br. Then beryllium. The symbol of beryllium is Be. Then we also learn about a carbon. What is the symbol of carbon? It is C. Oxygen. What is the symbol of oxygen? It is O. Then nitrogen, N. What is the symbol of nitrogen? It is N. Then we have also learned about sulfur and hydrogen. The symbol of hydrogen is H, and the symbol of sulfur is what? The symbol of sulfur is S. Okay. Then you can say in page number 54, you can see a periodic table. What is a periodic table? The basic factor in chemistry is the periodic table. Chemistry le pradhanamayitte padikkenna oru important factor aanennu parayunnathu the periodic table. Okay, so in page number 54 you can see the periodic table. Idana periodic table ennu parayunnathu. In a periodic table there are rows and columns. Oru periodic table endokke undu? Rows undu, columns undu. Appam rows ne nammal parayunna perana periods, and the columns are called എന്താണ് റോസിന് നമ്മൾ പറയുന്ന പേര് പീരീഡ്സ് എന്നും പിന്നെ എന്താണ് ഗ്രൂപ്പ്സ് എന്താണ് കോളംസിന് പറയുന്ന പേരാണ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. Okay, so in the higher classes you will learn deeply about that. Okay, ഇപ്പം ഹയർ ക്ലാസ്സസിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം. ജസ്റ്റ് എന്താ വാട്ട് ഈസ് പീരിയോഡിക് ടേബിൾ എന്ന് വെച്ചാൽ the elements are arranged in a certain criteria. The elements are arranged in a certain order or certain criteria. On the basis of certain criteria the elements are arranged. That is called the periodic table. And the elements, we also learned about the different elements and its symbol also. അല്ലേ, നമ്മൾ എലമെൻസും സിമ്പിൾസും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. And the basic thing, atom and molecule. Okay, so what is atom and what is molecule? Now we are going to discuss about what is atom and what is molecule. Okay, atom and molecule. What do you know about the term atom? Okay, atom is the smallest particle. Atom is the smallest particle which shows all the characteristic property of an element.
അല്ലേ? എലമെൻറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ആറ്റംസ് കമ്പൈൻ ചെയ്താണ് എലമെൻറ്റ്സ്. ആറ്റംസ് കമ്പൈൻസ് ടു ഫോം ദ എലമെൻറ്റ് ആൻഡ് ആൻ ആറ്റം ഷോസ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആറ്റംസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോസ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക് properties of an element. Atom is the smallest particle which shows all the characteristic property of an element. ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസും കാണിക്കുന്ന ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് എന്തെന്ന് പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത്. ആൻഡ് ആറ്റം കമ്പൈൻസ് ടു ഫോം ദ മോളിക്യൂൾ. ഓക്കെ, ദ ആറ്റം കമ്പൈൻസ് ടു ഫോം മോളിക്യൂൾ ആൻഡ് ആറ്റം ഇസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോസ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ element and atoms combines to form what? The atom combines to form the molecule. Okay, molecules are the smallest particle which can exist independently. And also molecules are the smallest particles. Molecules are also what? The molecules are also smallest particle and which can exist independently. Independent ആയിട്ട് എന്ത് ചെയ്യുന്നു, അത് എക്സിസ്റ്റ് ചെയ്യുന്നു. Okay, so atom is the smallest particle, shows all the characteristic properties of an element and atom combines to form what? The atom combines to form the molecule and molecules can exist independently. അതായത് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുന്നവയാണ് എന്തെന്ന് പറയുന്നത്, മോളിക്യൂൾസ് എന്ന് പറയുന്നത്. Okay, so we learned about what is atom, what is molecule and periodic table also. So in periodic table you can see that page number 54 you can see the periodic table. In the periodic table there are 118 elements. Okay, the 118 elements are discovered till now. There are 118 elements in the periodic table. Periodic table 118 elements ആണുള്ളത് and the elements are arranged in a certain order. ഒരു ഓർഡറിൽ എന്ത് ചെയ്യുന്നു, എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. Okay, so each element have its atomic number and also the elements have ഓരോ എലമെൻസിനും അതിൻ്റെ അറ്റോമിക് നമ്പർ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വലിയ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, and method of representing atoms. What is atom? Atom is the smallest particle which shows all the characteristic properties of an element and atom combines to form molecules and atoms can exist independently. സ്വതന്ത്രമായിട്ട് നിൽക്കാനുള്ള കഴിവ് എന്തിനുണ്ട്, മോളിക്യൂൾസിന് ഉണ്ട്. ഓക്കെ, and molecules with only one atom. ഇനി molecules with only one atom. ഒരു മോളിക്യൂളിൽ ഒരു ആറ്റമേ ഉള്ളെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നു, അതിനെ മോണോ അറ്റോമിക് മോളിക്യൂൾസ്. ഓക്കെ, മോണോ അറ്റോമിക് മോളിക്യൂൾസ് വിത്ത് ഓൺലി വൺ ആറ്റം, ഇറ്റ് ഈസ് കോൾഡ് മോണോ അറ്റോമിക്. ഒരു ആറ്റത്തിൽ മോളിക്യൂൾസ് വിത്ത് ഓൺലി വൺ ആറ്റം, ഒരു മോളിക്യൂളിൽ ഒരു ആറ്റമേ ഉള്ളെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നു, മോണോ അറ്റോമിക്. മോളിക്യൂൾസ് വിത്ത് ഓൺലി വൺ ആറ്റം, ഇറ്റ് ഈസ് കോൾഡ് മോണോ അറ്റോമിക്. ഇനി ഇപ്പം മോളിക്യൂൾസ് വിത്ത് two atom, molecules with two atom, molecules with two atoms are called diatomic molecules. Molecules with one atom are called monoatomic molecules. Molecules with two atom, രണ്ട് ആറ്റം ഉണ്ടെങ്കിൽ അതിന് എന്തെന്ന് പറയും നമ്മൾ, diatomic molecules. Diatomic molecules. Then molecules with more than one or two atom, രണ്ടിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയുന്നു, the molecules more than two atoms are called polyatomic molecules. രണ്ടാറ്റത്തിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, polyatomic molecules. Molecules with more than two atom, if the molecules possess more than two atoms, then it is called what? Then it is called polyatomic molecules. Okay, polyatomic molecules. So we have learned about molecules and molecules with only one atom. ഒരു ആറ്റമേ ഉള്ളെങ്കിൽ അതിനെ മോണോ അറ്റോമിക് എന്ന് പറയുന്നു. Then molecules with two atom, it is diatomic molecules and more than one atom, if the molecule possesses more than two atoms, it is called a polyatomic molecule. So we have learned about monoatomic, diatomic and polyatomic molecules. Molecules with only one atom, it is called monoatomic. Molecules with two atom, it is called diatomic and more than two atom, it is called polyatomic molecules.
if the molecules possess more than 2 atoms, it is called what? It is called polyatomic molecules. We can check some examples for it. H2, hydrogen molecule. H2, then Cl2. Cl2 means chlorine. Cl means chlorine. Then Cl2, then P. P means what? P means phosphorus. Okay, P means P4. P means what? P means phosphorus, P4. Okay, then O2. O2 means what? O2 നമ്മൾ പഠിച്ചതാണ് oxygen. Oxygen molecule O2. Then എന്താണ് sulfur S. S8. S8. Sulfur. S means sulfur. 8 നോക്കണ്ട, അതിൻ്റെ സിമ്പിൾസ് ആണ് പറയുന്നത്. സോ H hydrogen, Cl chlorine, P phosphorus, O oxygen, S sulfur. Then helium, He. He, helium. He means what? He, the symbol of helium is He, and also Ar. Ar means the argon. So hydrogen, chlorine, P4, O2. O2 means oxygen, P phosphorus, S sulfur, then He helium, Ar argon. Okay, classify the following molecules into monoatomic, diatomic and polyatomic. അപ്പോൾ ഈ എലമെൻസിനെ എന്തായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ട? മോളിക്യൂൾസിനെ, ഇത് കുറച്ച് മോളിക്യൂൾസ് ആണ് കൊടുത്തേക്കുന്നത്. ഈ മോളിക്യൂൾസിനെ നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യണം? വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ആസ് മോണോatomic, diatomic and polyatomic molecules. Okay, so നമുക്ക് ഫസ്റ്റ് ഹൈഡ്രജനെ എടുക്കാം. H2. So here how many molecules are there? എത്ര മോളിക്യൂൾസ് ആണുള്ളത്? ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ? So it is diatomic. Diatomic. അപ്പം നോക്കിയേ, ഡയറ്റോമിക്കിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഏതൊക്കെയുണ്ട്? H2, Cl2. H2ഉം Cl2ഉം 2 എണ്ണമാണുള്ളത്. സോ ഡയറ്റോമിക് മോളിക്യൂൾസ്. ഇറ്റ് ഈസ് ഡയറ്റോമിക്. ദെൻ എന്താണ്? P4 S8 അല്ലേ? ഇതിൽ 4 ആണ്, ഇവിടെ 8 ആണ്. അപ്പോൾ ഇതിലൊക്കെ എന്താണ്? മോർ ദാൻ 2 ആറ്റംസ് അല്ലേ? ഇതിൽ എത്ര ഉണ്ട്? 2ൽ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? പോളിയറ്റോമിക് ആണ്. സോ പോളിയറ്റോമിക് ഏതൊക്കെയാണ്? ഇൻ ദ ഗിവൺ മോളിക്യൂൾസ്, ദ P4 ഫോസ്ഫറസ് മോളിക്യൂളും S8, P4ഉം സൾഫറും S8 ആണ്. സോ ഇറ്റ് ഈസ് പോളിയറ്റോമിക്. 2 എണ്ണം ഉണ്ടായതുകൊണ്ട് 2 വരുന്നതിനെ നമ്മൾ എന്ത് പറയും? ഡയറ്റോമിക്. അപ്പം 2ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് പിയുടെ താഴെ 4 ആണ്, എസിൻ്റെ താഴെ 8 ആണ്. അപ്പോൾ ഇത് 2ൽ കൂടുതലാണ്. അപ്പോൾ ഇത് പോളിയറ്റോമിക്. ഓക്കെ, ദെൻ മോണോ അറ്റോമിക്. മോണോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ എന്താ? മോണോ അറ്റോമിക് മീൻസ് ഒരെണ്ണം മാത്രമേ ഉള്ളെങ്കിൽ മോണോ അറ്റോമിക്. ഇപ്പം ഹീലിയോ ആർഗണിൻ്റെയും താഴെ ഒന്നുമില്ല എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഒരെണ്ണം ഉണ്ടെന്നാണ്. ഇപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ബിലോ ദർ ഈസ് നത്തിങ്, ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് മോണോ അറ്റോമിക് ആണ്. ഒന്നും ഇല്ലെങ്കിൽ അതെന്താണ്? ഒന്നെണ്ണാണ് അതിൻ്റെ മീനിങ്. അപ്പം ഹീലിയോ ആർഗണും എന്താണ്? ഹീലിയം ആൻഡ് ആർഗൺ ആർ മോണോ അറ്റോമിക്. ഹീലിയം ആർഗണും എന്താണ്? മോണോ അറ്റോമിക് ആണ്. ഓക്കെ, സോ 2 എണ്ണം ഉണ്ട്. 2 ആ നമ്പർ എന്നുണ്ടെങ്കിൽ എന്താണത്? ഡയോറ്റോമിക് ആണ്. ഇവിടെ 4ഉം 8ഉം ആണ് വന്നേക്കുന്നത്. ഫോസ്ഫറസിൻ്റെ താഴെ 4ഉം സൾഫറിൻ്റെ താഴെ 8ഉം ആണ്. സോ ഇറ്റ് ഈസ് പോളിയറ്റോമിക്. ഹീലിയത്തിനും ആർഗണിനും താഴെയായിട്ട് ദർ ഈസ് നോ നമ്പർ ആൻഡ് ഇറ്റ് ഈസ് ഒന്നുമില്ലെങ്കിൽ അതെന്താണ്? മോണോ അറ്റോമിക്. ഓക്കെ, സോ ഇഫ് ദ മോളിക്യൂൾ possess only 1 atom, it is called a monoatomic. If the molecule possess 2 atoms, it is called diatomic. And if the molecule possess more than 2 atoms, it is polyatomic. ഒന്നാണെന്നുണ്ടെങ്കിൽ മോണോഅറ്റോമിക്, 2 ആണ് ഒന്നുണ്ടെങ്കിൽ അത് ഡയറ്റോമിക്, 2ൽ കൂടുതലാകുമ്പോൾ അതെന്താണ്? പോളി അറ്റോമിക്. ഓക്കെ, സോ ഹൗ ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് പേജ് നമ്പർ 56, there is a table related to this. So first substance is oxygen, O2. Okay, first substance is O2. So in O2 number of molecules, ഇപ്പം ഇത് എന്താണ്? ഓക്സിജൻ മാത്രമേ ഉള്ളൂ, അതായത് 1. ഓക്കെ, നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? 1. ഓക്സിജനിൽ ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എത്രയാണ്? ഓക്സിജൻ മാത്രമേ ഉള്ളൂ, 1. ദെൻ നമ്പർ ഓഫ് ആറ്റംസ്. നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുമ്പം ഇവിടെ ഇതിന് താഴെയായിട്ട് എത്ര ആറ്റംസ് ആണ്? 2 ആറ്റംസ് അല്ലേ? അപ്പോൾ ഓക്സിജന് താഴെ 2 ഉണ്ട്. അപ്പോൾ എത്ര ആറ്റംസ്?
2 atoms, 2 atoms. So number of atoms, ഇത് atoms ആണ്, ഇത് molecules. Okay, so ഇവിടെ ഓക്സിജൻ മാത്രമേ ഉള്ളൂ, ഓക്സിജൻ മോളിക്യൂൾ മാത്രമാണ്. ദെൻ നമ്പർ ഓഫ് മോളിക്യൂൾ ഈസ് 1 ആൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഈസ് 2. 2 ആറ്റംസ് ആണുള്ളത് അല്ലേ, ഓക്സിജന് താഴെ 2 ആണ് നമ്പർ കൊടുത്തേക്കുന്നത്, അതായത് 2 ആറ്റംസ്. ഓക്കെ, ദെൻ 2n2. ഇപ്പോൾ ഇവിടെ മോളിക്യൂൾസ് എത്രയാണ്? ഇവിടെ കൊടുക്കുന്ന നമ്പറാണ് നമ്മൾ മോളിക്യൂൾസ് ആയിട്ട് എഴുതുന്നത്. ഇവിടെ എത്ര നൈട്രജൻ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? ലെഫ്റ്റ് സൈഡിൽ 2 ആണ്. അപ്പം എത്ര മോളിക്യൂൾസ്? 2 മോളിക്യൂൾസ്. ഓക്കെ, 2 മോളിക്യൂൾസ്. നമ്മൾ ആറ്റംസിൻ്റെ എണ്ണം എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 അപ്പോൾ എത്ര? 4. ഓക്കെ, 2 × 2 ഇറ്റ് ഈസ് 4. 2 × 2 ഇസ് ഈക്വൽ ടു ഇറ്റ് ഈസ് 4. അപ്പോൾ എത്ര ആറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. 2 നൈട്രജൻ ആറ്റമാണുള്ളത്, നൈട്രജൻ മോളിക്യൂളാണുള്ളത്. ഇവിടെ 2 എന്ന് കൊടുത്താൽ അപ്പോൾ മോളിക്യൂൾസിൻ്റെ എത്ര എണ്ണം എത്ര? ലെഫ്റ്റ് സൈഡിൽ നമ്പർ എന്താണോ ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹിയർ ഈസ് 2. Okay, the number of molecules here is 2. And how to find the number of atoms? We find the number of atoms through multiplication. Okay, so 2 × 2, the number of atom is 4. Okay, then the question is 6Cl2, 6 chlorine, 6Cl2. So how many molecules are there? There is, in the left side there is 6. So the number of molecules also 6. Okay, so the number of molecule is what? Number of molecule is 6. And how to find the number of atoms? To find the number of atoms, we multiply 6 × 2. So 6 × 2. In the left side there is 6 and here atoms is 2. So when we calculate the number of atoms, we just multiply this. Okay, 6 × 2 that is 12. 6 × 2 that is 12. And another example, helium. So it is 2 helium. Okay, 2 helium. And what about the number? What about the number molecules? It is 2 അല്ലേ, 2. അപ്പം നമ്മൾ ഹീലിയത്തിൻ്റെ താഴെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ ഒരു 1 ഉണ്ടെന്നാണ് മീനിങ്. ഓക്കെ, അപ്പം 2 × 1. ഹീലിയത്തിൻ്റെ താഴെ ഒന്നുമില്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 2 × 1 is equal to number of atoms is 2. Number of atoms എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. Okay, so number of atoms is 2 and also the number of molecule is 2. Number of molecules, number of atoms എത്രയാണ്? 2 ആണ്. Then 5Na എന്ന് പറയുമ്പം ഇവിടെ എത്ര മോളിക്യൂൾസ്? 5 മോളിക്യൂൾസ്. സോഡിയത്തിൻ്റെ താഴെ ഒന്നുമില്ല, ദാറ്റ് ഈസ് 5 × 1. ഇപ്പം സോഡിയത്തിൻ്റെ താഴെ 2 ആണെന്നുണ്ടെങ്കിൽ 5 × 2. ഇവിടെ ഒന്നുമില്ല, സോ 5 × 1 ദാറ്റ് ഈസ് 5. Okay, then O2, oxygen molecule O2. So how many എത്ര number of molecules എത്ര? O2 നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, O2. Then O3, not O2, it is O3. So how many molecules? There is only oxygen. Oxygen മാത്രമേ ഉള്ളൂ, അതായത് ലെഫ്റ്റ് സൈഡിലും ഒന്നുമില്ല. അപ്പം നമ്മൾ എത്ര എഴുതുന്നത്? Here there is only 1 molecule. ഒരു മോളിക്യൂള്. How many atoms? എത്ര ആറ്റംസ് ആണുള്ളത്? ഇതിന് താഴെ 3 ആണ്, അപ്പം 3 ആറ്റംസ് അല്ലേ. അപ്പം 1 മോളിക്യൂള്, അപ്പം എത്ര ആറ്റംസ്? 3, അതായത് 3 ആറ്റംസ്. ഇവിടെ നമുക്ക് 2 കൊണ്ട് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, O3 എന്ന് പറയുമ്പോൾ എത്ര? ഹൗ മെനി ആറ്റംസ് ആർ ദെയർ? ദെർ ഈസ് 3 ആറ്റം. ആറ്റം നമ്മൾ ഇതിന് താഴെ എഴുതുന്ന നമ്പറാണ്. ഇപ്പോൾ ഇവിടെ നമ്പർ ഉണ്ടെങ്കിൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ മാത്രമേ ഉള്ളെങ്കിൽ ആ നമ്പർ നമ്മൾ അവിടെ എഴുതുന്നു. ഓക്കെ, ദെൻ P4 ഫോസ്ഫറസ് ആണ്. P എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ആണ്. സോ ഹൗ മെനി മോളിക്യൂൾസ്? 1 മോളിക്യൂൾ. അവിടെ P എന്ന് പറയുന്ന ഒരു മോളിക്യൂളേ ഉള്ളൂ. ഹൗ മെനി ആറ്റംസ്? 1 × 4 ദാറ്റ് ഈസ് 4 ആറ്റംസ്. ഹൗ മെനി ആറ്റംസ്? 4 ആറ്റംസ്. ഓക്കെ, സോ എന്താണ് നമ്മൾ ഇൻ ദിസ് ക്ലാസ് വി വെർ ഡിസ്കസ്ഡ് അബൌട്ട് ഹൗ ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് നമ്പർ ഓഫ് ആറ്റംസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന നമ്പറാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അവിടെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഓക്സിജൻ മാത്രമേ ഉള്ളെങ്കിൽ അവിടെ 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ ഹിയർ ഓൺലി 1. ആൻഡ് ആറ്റംസ് എന്ന് പറയുമ്പോൾ ഇതിന് താഴെയായിട്ട് റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്നതാണ് 2 ആണ്. ദെൻ ഇവിടെ നമ്മൾ ഇങ്ങനെ 2 നമ്പേഴ്സ് വരുമ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ആറ്റംസ് കണ്ടുപിടിക്കാൻ അതിൻ്റെ എന്താണ് എത്രയാണോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 6Cl2 ആകുമ്പോൾ 6 × 2, അതിൻ്റെ ആറ്റംസ് എത്രയാണ്? 12. ഇവിടെ ഹീലിയത്തിന് താഴെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അവിടെ 1 എന്നാണ് അർത്ഥം. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് 2 ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓൾസോ 2. ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിട്ട് എടുക്കുന്നത്. അവിടെ ഒരു നമ്പർ ലെഫ്റ്റ് സൈഡിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹീലിയം മാത്രമേ ഉള്ളൂ എങ്കിൽ 1 കൊടുക്കുക.
ഓക്കെ, സോ 5 സോഡിയം എന്ന് പറയുമ്പോൾ എന്താണ് 5 ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ആറ്റംസും എത്ര തന്നെയായിരിക്കും? 5 തന്നെയായിരിക്കും, കാരണം സോഡിയത്തിന് താഴെ ഒന്നുമില്ല. അപ്പോൾ 5 × 1 5. ഓക്കെ, സോ here we learned about how to find the number of molecules and number of atoms from the substance. ഒരു സബ്സ്റ്റൻസ് തന്നാൽ നമുക്ക് എങ്ങനെ how to find the number of molecules and number of atoms. Okay, then compounds, molecules and atoms. ഒരു മോളിക്യൂൾ തരും, എന്നിട്ട് അതിനകത്തുള്ള ആറ്റംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതുക. ഓക്കെ, സോ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ ഫോമുല CO2 ആണ്. നിങ്ങൾക്ക് കെമിക്കൽ ഫോമുല നിങ്ങൾക്ക് നോക്കണ്ട. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിലുള്ള എന്തൊക്കെയാണ് ആറ്റംസ്? ഇത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മോളിക്യൂളാണ്. ഓക്കെ, മോളിക്യൂൾസും ആറ്റംസും, മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡിലുള്ള ആറ്റംസ് ഏതൊക്കെയാണ്? ഇത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു മോളിക്യൂളാണ്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡിലുള്ള ആറ്റംസ് ഏതൊക്കെയാണ്? കാർബൺ, ഓക്സിജൻ. കാർബണും ഓക്സിജനും. കാർബണിൻ്റെ സിമ്പിൾ എന്തായിരുന്നു? C. ഓക്സിജൻ്റെ സിമ്പിൾ O. ഓക്കെ, so in carbon dioxide the atoms are carbon and oxygen. The symbol of carbon is C, the symbol of oxygen is O. Then hydrogen chloride. In hydrogen chloride there is hydrogen. What is the symbol of hydrogen? H. Then chloride എന്ന് പറയുമ്പോൾ അതിൽ chlorine. Okay, so chlorine. So what is the symbol of hydrogen? The symbol of hydrogen is H. The symbol of chlorine is Cl. Okay, then another compound, water. Water എന്ന് പറഞ്ഞാൽ എന്താണ്? H2O. The chemical formula of water is H2O. So there is hydrogen and oxygen. Carbon dioxide chemical formula എന്താണ്? CO2 ആണ് കേട്ടോ. Chemical formula നിങ്ങൾക്ക് you don't listen that. What is the chemical formula of water? The chemical formula of water is H2O. So what are the atoms present in this? Hydrogen and oxygen. Hydrogen and oxygen are the atoms present in the water. Hydrogen, oxygen. What is the symbol of hydrogen? It is H. The symbol of oxygen is also O. Okay, and water. Then sugar. ഷുഗറിലുള്ള എന്താണ് ആറ്റംസ്? ദ ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദ ഷുഗർ ആർ ഏതൊക്കെയാണ് ഷുഗറിലുള്ളത്? പിന്നെന്താണ്? ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് കാർബൺ. C6H12O6 ആണ് അതിൻ്റെ കെമിക്കൽ ഫോമുല. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്തുള്ള? കാർബൺ, hydrogen, oxygen. What are the molecules, atoms present in the sugar molecule? In sugar molecules there is carbon, hydrogen, carbon, hydrogen and oxygen. Carbon, hydrogen and oxygen. Okay, then sugar, then മെർക്കുറിക് ഓക്സൈഡ്. ഓക്സൈഡ് എന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് ഓക്സിജൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞില്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കേൾക്കുമ്പോൾ അറിയാം കാർബണും ഓക്സിജനും. മെർക്കുറിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ മെർക്കുറിയും പിന്നെ എന്താണ്? ഓക്സിജനും. നിങ്ങൾ കെമിക്കൽ ഫോമുല പഠിക്കേണ്ട ഇങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ദർ ആർ ആറ്റംസ് ആർ ഇത് മോളിക്യൂളാണ്. ഈ കൊടുത്തേക്കുന്ന മോളിക്യൂളും അതിനകത്തുള്ള ആറ്റംസും ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ദർ ഈസ് കാർബൺ ആൻഡ് ഓക്സിജൻ. ദെൻ ഹൈഡ്രജൻ ക്ലോറൈഡ് ദർ ഈസ് ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. Then വാട്ടറിൻ്റെ സിമ്പിൾ ഓർത്ത് വെച്ചേക്കുക H2O. അതെല്ലാവർക്കും അറിയാം H2O. സോ ദർ ഈസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ദെൻ ഷുഗറിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. മെർക്കുറിക് ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ മെർക്കുറിയും എന്താണ്? ഓക്സിജനും. ഓക്കെ, സോ ദ കെമിക്കൽ ഫോമുല നിങ്ങൾ അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട കെമിക്കൽ ഫോമുലയാണ് കാർബൺ ഡൈ ഓക്സൈഡ്. വാട്ട് ഈസ് ദ കെമിക്കൽ ഫോമുല ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? ദ കെമിക്കൽ ഫോമുല ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് CO2. ദ കെമിക്കൽ ഫോമുല ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് വാട്ട്? ദ കെമിക്കൽ ഫോമുല ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് CO2. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോമുല എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. So what is the chemical formula of carbon dioxide? It is CO2. അതായത് ഒരു കാർബൺ 2 ഓക്സിജൻ. ഇവിടെ കാർബണിൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു കാർബണും 2 ഓക്സിജനും. സോ ദ നമ്പർ ഓഫ് ആറ്റംസ് ആർ 1 കാർബൺ ആൻഡ് 2 ഓക്സിജൻ.
Then water എന്ന് പറയുമ്പോൾ എന്താണ് water H2O. അപ്പം നമ്പർ ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? എച്ചിൻ്റെ താഴെയാണ് 2. അപ്പം നമ്പർ ഓഫ് ഹൈഡ്രജൻ എച്ച് എന്ന് പറയുന്ന 2 ആണ്, 2 ആണ്. ഓക്സിജന് താഴെ ഒന്നുമില്ല, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 1. സോ എന്താണ് കാർബൺ, ഇവിടെ കാർബൺ 1ഉം ഓക്സിജൻ 2ഉം. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ 2ഉം ഓക്സിജൻ 1ഉം. So this is the chemical formula. The chemical formula of carbon dioxide is CO2. Then the chemical formula of water is what? The chemical formula of water is H2O, and the number of atoms also you learn. Okay. So in this class we have discussed about the symbols of element and also and how to find the number of molecules and the number of atoms from the substance. And also we have learned about some chemical formula. Carbon dioxide, the chemical formula of carbon dioxide is CO2, water H2O. Okay, so in the next class we will learn about the chemical equations. Now we can wind up. Thank you. Assalamu Alaikum.